ഹലോ ഗായ്സ്, റോളോസിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായിട്ട് പെട്ട് കിടക്കണേ കേട്ടോ. സോച്ചില പാസ് ഓപ്പൺ അല്ല, ലേ മണാലി ഹൈവേ ഓപ്പൺ അല്ല, അതുപോലെ തന്നെ കാർഗിലിൽ നിന്ന് പടും ഡാർഷ മണാലി ആ ഒരു റോഡും കൂടി ഉണ്ട് മൂന്നാമത്തെ. അതിലേ പോകാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം മലയാളികൾ കുറവാണ് അതിൽ ട്രാവൽ ചെയ്തേക്കണത്. അപ്പോൾ അതിലേ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതും ഓപ്പൺ അല്ല. ഫസ്റ്റ് സോച്ചിൽ ഓപ്പൺ ആവുള്ളൂ. പക്ഷേ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ പെട്ട് കിടക്കണേ മീൻസ് ഓപ്പൺ ആകാത്തതുകൊണ്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു മലനിരകളുടെ സൈഡിൽ ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ ഇന്ന് ഒരു നൈറ്റ് വരെ സ്റ്റേ ഇല്ല, നൈറ്റ് വരെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, നമ്മൾ ബൈക്കും കാര്യങ്ങളും ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പാലക്കാടുകാർ രജീവും അൻസാറും കൂടി അൻസാറേ മട്ടൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അതുപോലെ നമുക്കിതേ വേറെ ഒരു പുതിയ ആൾ കിട്ടിയുണ്ട്, ജ്യോതി അണ്ണൻ. ഹായ് നല്ല കിട്ടില്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി എല്ലാം സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്, പുള്ളി കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിക്കണേണ്. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ടാണ് പോണത്. അൻസാറേ എന്തായി മട്ടൺ? എന്താ തിളയ്ക്കുന്നു. നമ്മ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് മറ്റേ സാധനം പൊളിയാണ്ടാ ഗൈസ്. മട്ടൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. നമ്മ ഇന്ന് രാത്രി ഒരു പൊളിക്കും. അതെ, നമ്മൾ മട്ടൻ മൂടിയൊക്കെ വെച്ചേട്ടാ. സമയം ഇരുണ്ട് തുടങ്ങി. അതെ, അവിടെ ഒരു നിലാവ് കാണാം കേട്ടോ. മൂണിനെ കാണാം, ഹാഫ് മൂണാണ്. 7:10 എപ്പോഴെങ്കിലും ഇനി നമ്മുടെ സൂര്യവട്ടം പോകും. എന്തുവായാലും ഇവിടെയൊക്കെ ഒരു 7 മണി വരെയും എങ്ങനെ പോയാലും വെട്ടമുണ്ടാകും. അതുപോലെ അതെ അൻസാറുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. 2 ചുള്ളിക്കൊമ്പ് ഇനിയും കുറച്ചും കൂടി എടുക്കാൻ പോയി. എന്നാലും അങ്ങനെ ക്യാമ്പ് ഫയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പൊളി പോയിട്ടാ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അൻസാറേ ആദ്യമായിട്ടാണോ? തീർച്ചയായും അടിപൊളി. അവിടെ അതെ ടൈം ലാപ്സൊക്കെ വെച്ചുകൊണ്ട് എടുത്ത് കഴിയുമ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അടിപൊളി. അതേ ഒരു ബുള്ളറ്റ്, നമ്മളെ വിസ്റ്റവും പിന്നെ നമ്മുടെ ഹിമാലയൻ എല്ലാം സെറ്റാണേ. അവിടെ ജ്യോതി അണ്ണനും ജോയ്സനും കൂടി ഇതേ കമ്പ് ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള കമ്പും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് തന്നെ കേട്ടാ. സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. അതെ, കുറച്ച് പെട്രോൾ കൈ കരുതിയിട്ടുണ്ട്. പെട്രോൾ ഒഴിക്കാൻ പോവാണ്. അൻസാറ് കുറച്ച് ഇപ്പുറത്ത് കിട്ടോ. പോവുകയാണ്. അൻസാറ് തുടക്കം വിടാൻ പോണേ കേട്ടാ. കൈ കൊള്ളല്ലേ? പൊളി വൈബ്. അടിപൊളി. நடுப்பக்கத்தை கொண்டு இங்கே கொண்டு ஓகே. சரி, பண்ண வேண்டியதில் ரொம்ப முக்கியம். இப்போ நீங்கள் எனக்கு ஹெல்ப் பண்ண வேண்டியது ஒன்று இருக்குது. என்ன தெரியுமா? இது பொட்டதுக்கப்புறம் 2 அது வந்ததுக்கப்புறம் எடுத்துக்கலாம். இந்த சுற்றி இருக்கிறதெல்லாம் எடுங்க. கேம்ப் ஃபயர் நீட்டாக இருக்கும். ஓகே, சுற்றி இருக்கிறத தள்ளி உள்ள எடுத்து போடு, இல்லை வெளியில் எடு. ஆனால் ஒரே இடத்துல இருக்கணும். രണ്ടാടാ ഇരിക്കാൻ. എന്നാലും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ക്യാമ്പ് ഫയറും ചുറ്റിനും ഇരിക്കാനുള്ള കല്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മുടെ മട്ടൻ അവിടെ ആയിക്കൊണ്ടിരിക്കണേട്ടാ. ഒരു നല്ലൊരു ടീം വർക്കാണ് ഇവിടെ നടന്നത്. അടിപൊളി. Come on, main person. Chair la kudutittu nee ukarlaya. Va va.
അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടാമത്തെ ഒരു ബർണറും കൂടി ഉണ്ട്. ഒരു ചായ വെക്കാമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടാ. ജ്യോതിയണ്ണൻ പൊളിയാണ്. ലൈറ്റ് അപ്പോൾ നമ്മൾ ചായക്കും കൂടിയുള്ള സെറ്റപ്പും കൂടി ചെയ്തിട്ടാ. ഓ പൊളി വൈബ്. ഓക്കെ ഐസ് നമ്മുടെ കാപ്പി റെഡി ആയിട്ടാ. പൊളി. எந்த கிளாஸ் எதையும் இங்கே போடக்கூடாதுன்னா அங்கே இருக்கு எல்லாம் நம்ம போட்டு எடுத்துக்கிட்டோம். മട്ടൻ റെഡിയാണ്. കുറച്ചും കൂടി ഒന്ന് ചൂടാക്കി കാപ്പി അടിച്ച് കഴിഞ്ഞിട്ട് മട്ടനെ നമുക്ക് അടിക്കാം. மரம் வேற லெவல்ல இருக்கு. பின்னாடி வச்ச லைட். ஏய் மேன் எடு 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 எடுத்து குடி. இதுக்குள்ள ஆறி இருக்கும். எடு எடு. இவரா थैंक यू. இங்க விட்டு போடுவோம். cheers ജോയ്സാ. cheers. വെള്ളം കുക്കർ എടുത്ത് മേലെ വെച്ചു. നെരുപ്പിൽ വെച്ചു. അടുപ്പിൽ വെച്ചു. അതിൽ ഇനിയും വെള്ളം വേണമോ? ആ വെള്ളം വേണം. അത് വെള്ളം പത്താം. എത്ര വേണോ മാഗി? അപ്പോൾ കഴിച്ചേ നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ട്. അപ്പോൾ മാഗിയും കൂടി ഇട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുക്കർ അങ്ങനെ ഇടുന്നു. മറ്റേ ഇങ്ങനെ ഞെരിച്ചിടുന്നില്ല. അങ്ങനെ കേട്ടോ. പൊടി പൊടിയാക്കി കേട്ടോ. ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഇന്നത്തെ. ഇത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. അതിൽ മസാല കായസ വെറുതെ സൂപ്പർ വൈബിൽ ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കണേണ്ട. 9-10 തണുത്ത് വിറച്ചി സെറ്റാണ്. അടിപൊളി. ഐസ് അങ്ങനെ നമ്മുടെ മട്ടൻ വിത്തും മാഗി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പോണേണ്. നമ്മളെ ക്യാമ്പ് ഫയറിനെ തൊട്ടടുത്ത് തന്നെ ഇരിക്കണത്. കാരണം നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ അടുത്തുനിന്ന് പോയാൽ ആ തീയുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ തണുത്ത് വിറക്കും. അതുപോലെ തന്നെ മാഗിയുടെ ചൂടും പോണതിന് മുമ്പ് നമുക്ക് കഴിച്ച് തീർക്കാട്ടാ. അപ്പോൾ അടിപൊളി. ഐസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്യാനാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എല്ലാം വൈബാക്കി എടുത്തിട്ടാ. അപ്പോൾ നമ്മുടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ ഒരു വേസ്റ്റ് പോലും ഇവിടെ ഇടാനുള്ള കവറിലാക്കി നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അതെ നമ്മൾ ടെൻറ്റ് പാക്കിംഗ് ആണ്. നല്ല കാറ്റുണ്ട്, അതുപോലെ തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ നോക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ ബൈക്കിൽ കെട്ടി വെച്ച് നമ്മൾ പാക്ക് ചെയ്യണം കേട്ടോ. അതേസമയം നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, വൺ ഓഫ് ദി ബെസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു ഈ ട്രിപ്പിൽ. ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ വെച്ചിട്ട് ക്യാമ്പ് ഫയർ എല്ലാം സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ ഞാനും ജോയ്സിനും മാത്രമുള്ള യാത്രയിൽ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടി, അവരെ കിട്ടിയത് എന്തായാലും വളരെ നന്നായി. എല്ലാ യാത്രയിലും പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മ അങ്ങനെ അടിച്ചു പൊളിച്ചേട്ടാ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
നീ സപ്പോർട്ട് കൊടുക്കാം. അതെ നല്ലോണം വലിപ്പിക്കണ്ടാക്കാം.